അയ്യോ നീർന്നു. ഉള്ളി പൊളിച്ചിട്ട് നിന്ന് മോങ്ങുന്നത് കണ്ടില്ലേ? കൊച്ചുകുട്ടീന്ന വിചാരം. കെട്ടിച്ചു വിടേണ്ട പ്രായമായി. അതിപ്പം നടക്കില്ലല്ലോ. കെട്ടിച്ചു വിടണേ കാശ് വേണ്ടേ? ഉണ്ടായിരുന്ന കിടപ്പാടം കൂടി പണയപ്പെടുത്തിയ ഈ വീട്ടിൽ നിന്ന് തന്നെ ആര് കെട്ടാനാ? നീ നോക്കിക്കോ, എല്ലാം ശരിയാവും. കാശ് പോയതി പിന്നെ അച്ഛൻ ഭ്രാന്ത് പിടിച്ച പോലെയാ. അടുത്താഴ്ച കാവിലെ കൊടിയേറ്റമല്ലേ? ഞാൻ നേർന്നിട്ടുണ്ട് 101 വെടി. അത് കഴിഞ്ഞു വരുമ്പോ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. അമ്മ, പണവും പത്രാസും ഒന്നും ചോദിക്കാത്ത ഒരാള് വന്നാ എന്നെ കെട്ടിച്ചു കൊടുക്കൂ? എന്നെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാള് ആരാ നിന്റെ മനസ്സിൽ? അത് നമ്മുടെ നമ്മുടെ സഖാവേട്ടൻ. അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ എന്നെ ഇഷ്ടാ. എനിക്ക് അവൻ നല്ലവനാ. പക്ഷേ നിന്റെ അച്ഛന് കമ്മ്യൂണിസ്റ്റ് എന്ന് കേൾക്കുന്നതേ കലിയ. അമ്മ അച്ഛനോട് ഒന്ന് പറഞ്ഞാ കൊണ്ട് കിടത്താം. ഇങ്ങോട്ട് നടക്കും. ഇങ്ങോട്ട് പോ. വന്ന് വന്ന് നിങ്ങൾക്ക് സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ കഴിയാണ്ടായോ? ആണുങ്ങളെ വശീകരിക്കാൻ റോഡ് വക്കിൽ നിൽക്കുന്നവളുമായല്ലേ ചങ്ങോത്തം. പിന്നെ എങ്ങനെ സ്വന്തം മകളെ തിരിച്ചറിയാൻ കണ്ണുണ്ടാവും? ഈശ്വര, എന്റെ ഒരു ഗതി. എടി, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം. സ്വന്തം മകളാണെന്ന വിചാരം പോലും ഇല്ലാണ്ട. മഹാത്മാ
ഇതൊന്ന് ശരിയാക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതെ ഉത്സവം കാണാൻ പോയിരിക്കുക എല്ലാം കൂടി. ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. Mahatma is the father of our nation. As a statesman, he won the national reputation for his policy of non-alignment. Mahatma is the soul of our nation. ഇത്ര വേഗം കൊടിയേറ്റം കഴിഞ്ഞോ? ദാ വരുന്നു.